പ്രേമനൈരാശ്യം കാരണം കൊല്ലുന്നൊക്കെ ഒരു സിറ്റുവേഷൻ വൺ സൈഡ്, പക്ഷെ ഒത്തിരി രീതിയിലുള്ള ടോക്സിക് റിലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്താണ്, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ സമ്മതിക്കാണ്ട് ആ റിലേഷൻഷിപ്പിൽ സഫർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ, ഭീഷണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടുന്ന ഒത്തിരി സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക്. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. പ്രണയം ഒരാളെ വൾണറബിൾ ആക്കുന്നു. ആ വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു റിവെഞ്ച് മോഡ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. റിയലൈസ് ചെയ്തിട്ട് അതിന്റെ അകത്തുനിന്ന് എങ്ങനെയാണോ മാറി നിൽക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ട്, നിങ്ങളുടെ പാർട്ണറിന് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ട്, ഭീഷണി ഉണ്ട്, അതിനൊന്ന് സൊല്യൂഷൻ ഇല്ലാതൊരു നാടാണോ? പക്ഷേ ഇതിപ്പം അതിനുള്ളൊരു പേടിയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് അടുത്തൊരാളോട് സംസാരിക്കും. ഇത് ഇമ്പോസിബിൾ അല്ല. ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ ടോക്സിസിറ്റിയിൽ നിന്ന് മാറാൻ ഇമ്പോസിബിൾ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് അറിയാവുന്നത് പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഇതിനെ അപ്രോച്ച് ചെയ്ത്. പക്ഷെ ചില ആളുകൾക്ക് അത് ഇമ്പോസിബിൾ ആണ്. അവർക്ക് അങ്ങനെ ഒരു ടോക്സിക് റിലേഷനിൽ പുറത്തേക്ക് വരണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എനർജി ഫോർ ദം ടു bring back to their life. Yeah, come out. അതല്ലാതെ ഒരു സൊല്യൂഷൻ ഉണ്ടോ? വളരെ വളരെ ഒരു എന്താ പറയുക, ഐഡിയൽ വേൾഡിൽ ഒരു യൂട്ടോപ്യൻ സ്വപ്ന ലോകത്തെ ജീവിക്കുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് ആദ്യം മുതലേ തോന്നുന്നത്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നിനക്കൊരു അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യണമെന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മേ ബി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മൾ അങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വായ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. ആൻഡ് ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കത് പറഞ്ഞ് അതിൽ നിന്ന് പുറത്ത് വരാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും കേസുകളും കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇത്രയും മൈക്കെടുത്ത് നല്ല ധൈര്യത്തോടെ സംസാരിക്കുന്ന ഒരാളാണ്. ഐ എം ഷുവർ ഏത് റിലേഷൻഷിപ്പിലും ഇതുപോലെ വെർബലായിട്ട് വോക്കലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളായിരിക്കും. പക്ഷേ അതുപോലെ എത്ര പേര് നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് തിരിച്ചും മറിച്ചും. ഇപ്പോഴും ലേഡീസ് ആർ നോട്ട് ഫുള്ളി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലേഡീസ് അല്ല നമ്മുടെ ഇടയിലുള്ളത്. എത്ര പേര് അവരുടെ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഭർത്താവിനോട് തുറന്ന് പറയാൻ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്? ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീരാവുന്നല്ലേ ഉള്ളൂ. ഐ അണ്ടർസ്റ്റാൻഡ് യു. അത് ആ ഒരു നമ്മുടെ സ്ട്രാറ്റയിലേക്കോ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു എക്സ്പോഷറിന്റെ ഒരു കുറവ് കാരണമായിരിക്കും അത് പറയുന്നത്. പക്ഷേ എന്റെ റിയലൈസേഷൻ ഞാൻ പറയാം. ഇപ്പോൾ ഈ നമ്മൾ ഒരുപാട് ടോക്സിസിറ്റിയുടെ കാര്യം ഇപ്പം ഒരു ലേഡി ഇൻഡിപെൻഡന്റ് അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഈ പറയുന്നതൊക്കെ ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇറയിൽ നടക്കുന്നതാണ്. വിതിൻ നെക്സ്റ്റ് 5 years എല്ലാവർക്കും കുറച്ചുകൂടെ സിവിക് സെൻസ് വരും. ഇപ്പൊ ഈ സംസാരിക്കുന്ന മാർക്കറ്റിംഗ് ആണെന്ന് വിശ്വസിക്കുന്നവരൊക്കെ സിവിക് സെൻസ് മാറും, ലൈക്ക് അണ്ടർസ്റ്റാൻഡിംഗ് മാറും. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം വാലന്റൈൻസ് ഡേ. ഈ പോയിന്റ് തീർക്കട്ടെ. വാലന്റൈൻ ആയിരുന്നു രമണൻ. രമണൻ പറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹത്തോട് പറയേണ്ട സമയമായി. സങ്കല്പ ലോകമല്ലി 5 കൊല്ലം കൊണ്ടെല്ലാം മാറും. 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ കാണും. അതല്ല ഞാൻ പറയുന്നത്, എല്ലാവരും ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആവുന്നു, വാലന്റൈനെ പറ്റി എഡ്യൂക്കേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റി എഡ്യൂക്കേറ്റഡ് ആവുന്നു. ഇനി വരാൻ പോകുന്ന കപ്പിൾസിന് ഇതിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, ഇതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ട്. അത് ഇവരുടെ ഇത് വാലന്റൈൻസ് ഡേയെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ആണോ പറയണത്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത് അത് സൊസൈറ്റിയിൽ മാം ആ ഒരു എക്സാമ്പിൾ മാം പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആ ഒരു സൊസൈറ്റിയിൽ ആ ഒരു മെയിൽ ഡൊമിനൻസ് കാരണം ഉണ്ടാവുന്നതാണോ ഫീമെയിലിന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഇല്ലാത്തത്? ആ ഒരു മെയിൽ ഡൊമിനൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് സൊസൈറ്റി ഷേപ്പ് ചെയ്ത് ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഓരോരുത്തരും. ഇപ്പൊ നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ പലരുടെയും ഹൈറാർക്കി വേറെയാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരുടെ സ്വഭാവങ്ങളും അവരുടേതായിട്ടുള്ള മാനറിസസും വേറെ ആയിരിക്കാം. അപ്പൊ അവർക്കുള്ള എഡ്യൂക്കേഷനും അവർക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ ആ കുഞ്ഞു ലോകത്തിൽ നിന്ന് അവർ കാണുന്നതിൽ നിന്നായിരിക്കും അവർ പുറം ലോകത്ത് പെരുമാറുന്നത്. അവിടെ നിന്ന് മാറ്റി ഞാൻ ഇങ്ങനെ ആകണം എന്ന് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ അപ്പനോട് സംസാരിക്കുന്ന പോലെ അല്ലായിരിക്കും വേറൊരു വീട്ടിൽ സംസാരിക്കുന്നത്. വേറെ വീടുകളിൽ ചെല്ലുവാണെങ്കിൽ സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാൻ പോലും മടിയുള്ളവരുണ്ട്. മോളോട് വിട്ടിട്ട് മോളെ ഇത് പോയെന്ന് പറ. ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ സ്ത്രീകളെ ഒതുങ്ങുന്നല്ലേ, ഭാര്യമാരെ ഒതുങ്ങുന്നോണ്ടാണോ കാര്യം പറയാൻ പറ്റാത്ത കാമുകിമാരെ? അതാണ് അദ്ദേഹത്തിന്റെ സംശയം. ഞാൻ പറയട്ടെ, ഒരുപാട് വലിയ മാറ്റങ്ങളെ കുറിച്ചാണ് വാട്ട് യു ആർ ടോക്കിംഗ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നും നമുക്ക് വിഷമം വരുന്ന വാർത്തകൾ, ഒരു കുട്ടികൾ വിവാഹത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വരുമ്പോൾ അതിനൊരു വലിയ ഘടകം എന്താണെന്നറിയോ? നമ്മളത് വാലന്റൈൻസ് ഡേ ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഒരു റിലേഷൻഷിപ്പാണ്. ഒരാളെ വിവാഹം കഴിച്ച് ഇയാൾ എൻ്റെ പാർട്ട്ണറാണ്, ഹീസ് മൈ വാലന്റൈൻ എന്ന് വിശ്വസിച്ച് വിവാഹം കഴിച്ച് ഇറങ്ങി പോകുന്ന പെൺകുട്ടികളാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭർത്താവിന്റെ മെയിൽ മാസ്കുലിനിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡോമിനേഷൻ മാത്രമല്ല, വീട്ടുകാർ അവരുടെ പേരൻസിന്റെ അടുത്ത് എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തെ പേടിച്ച് മോളെ കുറച്ചും കൂടി സഹിക്കൂ എന്ന് പറയുന്ന അച്ഛനമ്മമാരുടെയും കൂടെ പ്രശ്നമാണത്. സോ യു ആർ ടോക്കിംഗ് അബൌട്ട് എ ബിഗർ ചേഞ്ച്. അതായത് സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രം മാറുന്ന ഒരു പ്രശ്നമല്ല ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.